പേര് സൈതലവി എന്നാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് പാലമുക്കാണ് സ്വദേശം. 13 വർഷത്തോളം ഒരു CBSE സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപാഠിയും എൻ്റെ മെൻറ്ററുമായിട്ടുള്ള പ്രിയപ്പെട്ട നൂർഷ വയനാടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു പ്രഭാത വേളയിൽ ദൈവത്തെയും അദ്ദേഹത്തെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ സക്സസ് ഗ്രീൻ എന്ന് പറയുന്ന ഗ്രൂപ്പില് ഈ ഒരു മോർണിംഗ് ബെല്ലിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തുഷ്ടനാണ്. അതിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രിയപ്പെട്ട ഉമ്മർ ഉസ്താദ് അടക്കമുള്ള ബഷീർ സാർ അടക്കമുള്ള എല്ലാ ലീഡേഴ്സിനെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. മുമ്പൊരവസരത്തില് നിങ്ങളുമായി സംവദിക്കാൻ എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 8D ആണ് നിങ്ങളുമായി സംവദിച്ചത്. എന്നാൽ ഇന്ന് നിങ്ങളുമായി ഞാൻ ശ്രവണം നടത്താൻ ആഗ്രഹിക്കുന്നത് ഒരു 5 Cകളെ കുറിച്ചാണ്. 5C. വളരെ ആഗ്രഹത്തോടുകൂടെ, ആവേശത്തോടുകൂടെ, അത്യധികം ഉത്സാഹത്തോടുകൂടെ ജീവിതത്തിൽ രക്ഷപ്പെടണം, മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമാകണം എന്നാഗ്രഹിച്ചിട്ട് കടന്നു വന്നിട്ടുള്ള നമ്മളെല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വളരെ പ്രതീക്ഷയുള്ളവരാണ്, വളരെ ആകാംക്ഷയോടുകൂടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഈ ഒരു ഓപ്പർച്യൂണിറ്റി തുണയാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രത്യാശിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഈ ഒരു പ്രഭാത വേളയിൽ ദിവസവും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന അറിവുകൾ കരഗതമാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന നമ്മളെല്ലാവരും ദൈവത്തിന് കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വിജയിക്കണം, നമ്മുടെ കൂടെ വന്നവരെ വിജയിപ്പിക്കണം. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പൂർത്തീകരിക്കണം. ഹ്രസ്വമായ കാലയളവിൽ ജീവിച്ചു പോകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനവരാശിയുടെ നൈമിഷികമായ ജീവിതത്തിനിടയിൽ ചെയ്തു തീർക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് കടമകളും കടപ്പാടുകളുമുണ്ട്. അതൊക്കെ ധന്യമാകുന്ന രീതിയിൽ നടപ്പാക്കി സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും അവശേഷിപ്പിച്ച് സ്വന്തം നാട്ടിലും മറുനാടുകളിലും സ്വന്തത്തെ കുറിച്ചൊരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടായി മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വ്യത്യസ്തമായ ബിസിനസ് രീതി ആയതുകൊണ്ട് തന്നെ കൃത്യമായ പഠനം ഇതിനാവശ്യമുണ്ട്. ആ പഠനത്തിന്റെ വേദിയാണ് ഇത്തരത്തിലുള്ള മോർണിംഗ് ബെല്ലുകൾ. പ്രഭാതവേളയിൽ പ്രഭാതപൂരിതമാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് വിജയിക്കണം. അതിന്
നല്ല ഒരു ടീമിനെ കെട്ടിപ്പടുക്കണം. വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നല്ല ഒരു ടീമിനെ കെട്ടിപ്പടുക്കുക എന്നതാണ്. ഈ ബിസിനസ് നമ്മൾ സ്വന്തമായി ചെയ്യുന്നൊരു ബിസിനസ് അല്ല. കൂട്ടായ്മയോടുകൂടെ, ഒരുമയോടുകൂടെ, ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ക്രിയാത്മകമായി സിസ്റ്റം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു ബിസിനസ് രീതിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടീം ഉണ്ടാവുക എന്നത് വളരെ പ്രസക്തമായ ഭാഗമാണ്. നമ്മുടെ വളർച്ചക്ക്, നമ്മുടെ വിജയത്തിന്, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള കുതിപ്പിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ടീം സെറ്റപ്പ്, ഒരു ടീം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ടീമിന്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ടീമിനെ കെട്ടിപ്പടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 5 Cകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 C എന്ന് പറയുന്നത് ക്ലാരിറ്റി എന്നാണ്. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തത എന്നാണ്. വ്യക്തത. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും, വാക്കുകളിലും, നോട്ടത്തിലും, നമ്മുടെ പ്രവർത്തനത്തിലുമൊക്കെ ക്ലാരിറ്റി ഉണ്ടാവണം, വ്യക്തത ഉണ്ടാവണം. എന്തിനു വേണ്ടി ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തെരഞ്ഞെടുത്തു? എന്റെ ലക്ഷ്യം എന്താണ്? ഞാൻ എങ്ങോട്ടാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഭാവിയിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്? ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാവുക, വ്യക്തതയുണ്ടാവുക. ദ ഫസ്റ്റ് C ഫോർ ക്ലാരിറ്റി, വ്യക്തത. അപ്പൊ ലക്ഷ്യത്തിൽ നമുക്ക് എന്ത് വേണം? ക്ലാരിറ്റി വേണം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഞാൻ വിജയിക്കാൻ വന്നതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി വന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. നമ്മുടെ ലക്ഷ്യത്തിലും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിലും ക്ലാരിറ്റി വേണം. നമ്മുടെ പ്രവർത്തനത്തിൽ ക്ലാരിറ്റി വേണം. നമ്മുടെ ലീഡർഷിപ്പിൽ ക്ലാരിറ്റി വേണം. കാരണം ലക്ഷ്യമുണ്ടെങ്കിലേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. വിശ്വാസമുണ്ടെങ്കിലേ ആ വിശ്വാസത്തിൽ ഊന്നിയുള്ള ശക്തമായ പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ വ്യക്തമായ പ്രവർത്തനമുണ്ടെങ്കിലേ നമുക്ക് പ്രവർത്തന മണ്ഡലങ്ങളിലൂടെ ലക്ഷ്യസ്ഥാനത്തും രക്ഷാസ്ഥാനത്തും എത്താൻ വേണ്ടി സാധിക്കുകയും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഡർഷിപ്പ് ഉണ്ടാവുക എന്നതാണ്. ലീഡർഷിപ്പ് ഉണ്ടാവുകയും ആ ലീഡർഷിപ്പിൽ ക്ലാരിറ്റി ഉണ്ടാവുകയും വേണം, വ്യക്തത ഉണ്ടാവുകയും വേണം. ലീഡർഷിപ്പ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, ആ ലീഡർഷിപ്പിലൂടെ ക്ലാരിറ്റി ഉണ്ടാവണം. കാരണം നല്ല ഒരു ലീഡർഷിപ്പിൽ നിന്നാണ് നല്ല ഒരു ഡയറക്ഷൻസ് ഉണ്ടാവുന്നത്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദിശാബോധം. അപ്പൊ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളുകൾക്ക് നല്ല ഡയറക്ഷൻസിലേക്ക്, നല്ല ദിശാബോധത്തിലേക്ക് ഉയരാൻ വേണ്ടി സാധിക്കുകയും. അപ്പൊ കൃത്യമായ ലീഡർഷിപ്പ് ഉണ്ടാവുകയും ആ ലീഡർഷിപ്പിന് ഒരു ദിശാബോധം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വളരെ സിമ്പിളാണ്, എളുപ്പമാണ് എന്നർത്ഥം. ഇപ്പൊ എന്റെ മുന്നിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ലീഡർഷിപ്പിലുള്ള ആളുകളായിരിക്കും. എന്നാൽ ലീഡർഷിപ്പ് ഉണ്ട്, പക്ഷെ ആ ലീഡർഷിപ്പിന് ഒരു ക്ലാരിറ്റി വരുത്തണം, വ്യക്തത വരുത്തണം. ആ വ്യക്തത വരുത്തുമ്പോഴാണ് ലീഡർഷിപ്പ് യഥാർത്ഥത്തിലുള്ള ഡയറക്ഷൻസിലേക്ക്, ദിശാബോധത്തിലേക്ക് സഞ്ചരിക്കുക. അപ്പൊ ഞാനൊരു ലീഡറാണ് എന്നുള്ള ബോധം കൃത്യമായിട്ട് എനിക്കുണ്ടാവണം. അപ്പൊ ലീഡർഷിപ്പിൽ പാലിക്കപ്പെടേണ്ട ഒരുപാട് മാനേഴ്സുകൾ, ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒന്ന് ക്ഷമ എന്ന് പറയുന്നത്. ലീഡർഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് കൃത്യമായ ക്ഷമയുണ്ടാവണം. കാരണം 100 സ്വഭാവത്തിലുള്ള
100 വീടുകളിൽ നിന്ന് വരുന്ന വ്യക്തികളെ നയിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കായതുകൊണ്ട് തന്നെ ഇവരെയെല്ലാം ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തു നിർത്തണമെങ്കിൽ, അവരെ നയിക്കണമെങ്കിൽ, അവരെ മാനേജ് ചെയ്യണമെങ്കിൽ കൃത്യമായ ദിശാബോധമുള്ള ക്ലാരിറ്റിയുള്ള ഒരു ലീഡറായിട്ട് ഉയരാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പൊ അത്തരത്തിൽ നല്ല ലീഡർഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് നല്ല ദിശാബോധം ഉണ്ടാകും. നല്ല ദിശാബോധമുണ്ടെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്തൽ വളരെ സിമ്പിൾ ആയിരിക്കും, എളുപ്പമായിരിക്കും. അപ്പൊ നല്ല ഒരു ലീഡർക്ക് ആദ്യം ഉണ്ടാവേണ്ടത് ക്ഷമയാണ്. രണ്ടാമതുണ്ടാവേണ്ടത് സൗമ്യതയാണ്, സൗമ്യ സ്വഭാവം. എന്തിനും ഏതിനും എടുത്തു ചാടുന്ന സ്വഭാവം ലീഡർഷിപ്പിൽ ക്ലാരിറ്റി ഉള്ള വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ല. കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി അത് തന്മയത്തോടുകൂടെ സൗമ്യതയോടുകൂടെ പരിഹരിക്കാൻ സാധിക്കുന്നവനായിട്ട് ലീഡർഷിപ്പിലുള്ള അല്ലെങ്കിൽ ലീഡർ മാറാൻ സാധിക്കണം. അത്തരത്തിൽ സൗമ്യ സ്വഭാവവും ക്ഷമയും കൈമുതലാക്കുന്നവനായി നല്ല ലീഡർഷിപ്പുള്ള വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് നമുക്ക് നല്ല ഒരു സമൂഹത്തെ അല്ലെങ്കിൽ നല്ല ഒരു ടീമിനെ കെട്ടിപ്പടുക്കാനും അവരെ നയിച്ചു കൊണ്ടുപോകാനും സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നല്ല ഡ്രസ് കോഡുള്ള വ്യക്തിയായിരിക്കണം. ക്ഷമ വേണം, സൗമ്യ സ്വഭാവം വേണം, നല്ല ഡ്രസ് കോഡുള്ള വ്യക്തിയായിട്ട് ലീഡർ മാറണം. കാരണം മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടവനാണ് ലീഡർ എന്ന് പറയുന്നത്. വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആളുകളെയാണ് ഈ ബിസിനസ്സുമായി നമ്മൾ സമീപിക്കുന്നത്. താഴെ തട്ടിലുള്ള ആളുകൾ മുതൽ മേലെ തട്ടിലുള്ള ആളുകൾ വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, കൂലിപ്പണിക്കാരൻ മുതൽ ഏത് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും അവരെയൊക്കെ സമീപിച്ച് അവരോടൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം ഷെയർ ചെയ്യപ്പെടേണ്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവണം, വ്യക്തതയുണ്ടാവണം, നല്ല ഡ്രസ് കോഡ് വളരെ അനിവാര്യമാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സവിശേഷതകളുള്ളവരായി ലീഡർമാര് മാറുമ്പോഴാണ് നമുക്ക് കൃത്യമായ ദിശാബോധം ഉണ്ടാവുക. അപ്പോഴാണ് നല്ല ഒരു ടീമിനെ നയിക്കാനും അതിലൂടെ വിജയം കരഗതമാക്കാനും നമുക്ക് സാധിക്കും. സാധാരണ നമ്മൾ കണ്ടുപോരുന്ന ബിസിനസ് പോലെയല്ല ഈ ഒരു അവസരം എന്ന് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുക. അപ്പൊ ലീഡർഷിപ്പിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ കാര്യം, ആ ലീഡർഷിപ്പ് പോലെ തന്നെയാണ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാവണം. അവിടെ പുകമറ സൃഷ്ടിക്കപ്പെടുന്ന രീതിയിലുള്ള ഉള്ളിൽ ഒരു സ്വഭാവവും പുറത്ത് മറ്റൊരു സ്വഭാവവുമായിട്ട് നമ്മുടെ ടീമിലുള്ള ആളുകളുമായി ഇടപഴകാൻ നമുക്ക് സാധിക്കില്ല. എല്ലാവരോടും ഒരേ മനസ്സോടുകൂടെ, സൗമ്യ സ്വഭാവത്തോടുകൂടെ, ചിരിക്കുന്ന മുഖത്തോടുകൂടെ നന്നായി ഇടപെടാൻ കഴിയുന്ന, നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്ക് റിലേഷൻഷിപ്പിൽ നമുക്ക് എന്ത് വേണം? ക്ലാരിറ്റി വേണം. ദ ഫസ്റ്റ് സി, ക്ലാരിറ്റി വേണം, വ്യക്തത വേണം. അപ്പൊ ഞാൻ പലരുമായി ബന്ധപ്പെടേണ്ട, പലരുമായി ഇടപഴകേണ്ട വ്യക്തിയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിന്റെ പ്രാധാന്യം, ബന്ധത്തിന്റെ പ്രാധാന്യം കാത്തു സൂക്ഷിക്കുന്നവരായിട്ട് മാറും. ഒരുപാട് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന, ഇടപഴകുന്ന ആളുകളായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനിടയിൽ വിള്ളൽ വീഴാൻ പാടില്ല, ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ വീഴാൻ പാടില്ല. നമ്മളെ ഒരു കുടുംബക്കാരനെ പോലെ, അല്ലെങ്കിൽ ഒരു ഫാദറെ പോലെ, അല്ലെങ്കിൽ ഒരു മദറെ പോലെ, അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബത്തിലെ അംഗത്തെ പോലെ, അല്ലെങ്കിൽ ഒരു ഗുരുനാഥനെ പോലെ, അല്ലേ? ഇങ്ങനെ ഒക്കെ കാണുന്നവരാണ് ചുറ്റുഭാഗത്തുമുള്ള ആളുകൾ. ചിലർ ദൈവ തുല്യനായി പോലും കാണുന്നുണ്ട്, അല്ലേ? ശരിക്കും ദൈവത്തോട് നമ്മൾ ആരെയും പങ്കു ചേർക്കണ്ട. അല്ലാത്ത രീതിയിൽ അതുപോലും അത്ര പോലും വളർന്നു വരുന്ന സമയത്ത് ഒരു ലീഡർ മറ്റൊരു ലീഡറെ, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് മറ്റൊരു ലീഡറെ കാണുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിൽ നല്ല ക്ലാരിറ്റി, വ്യക്തത ഉണ്ടാവണം. അപ്പോൾ അവിടെയൊക്കെ വിള്ളൽ വീഴാതെ ഒരു ടീമിനെ നയിച്ചു കൊണ്ടുപോകാൻ
ഒരു സൊസൈറ്റിയെ നയിച്ചു കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി അല്ലെങ്കിൽ എബിലിറ്റി ഉണ്ടായി മാറേണ്ടത് വളരെ അനിവാര്യമാണ്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ നിന്നാണ് കോൺഫിഡൻസ് ഉണ്ടാവുക. നേരത്തെ ഞാൻ പറഞ്ഞു, ലീഡർഷിപ്പിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ഡയറക്ഷൻസ് ഉണ്ടാവുന്നത്, ദിശാബോധം ഉണ്ടാവുന്നത്. എന്നാൽ റിലേഷൻഷിപ്പിൽ നിന്നാണ് എന്തുണ്ടാവുക, കോൺഫിഡൻസ്. നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സമയത്ത്, അതിൽ വിള്ളൽ വീഴാതെ നോക്കുന്ന സമയത്ത് വലിയ കോൺഫിഡൻസ് ആയിരിക്കും, വിശ്വാസമായിരിക്കും, ട്രസ്റ്റ് ആയിരിക്കും അവർക്ക് നമ്മളോട് ഉണ്ടാവുക. ആ രീതിയിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ, ആ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് വലിയ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റിയിലും ക്ലാരിറ്റി ഉണ്ടാവണം. എന്താ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാല്? മറ്റുള്ളവരുടെ കഴിവുകളെ കണ്ടെത്തി അവരുടെ കേപ്പബിലിറ്റിയെ, അവരുടെ എബിലിറ്റിയെ, അവരുടെ സ്കില്ലിനെ, കഴിവിനെ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കാനുള്ള കഴിവ്, അത് പരിപോഷിപ്പിക്കാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതില് ക്രിയേറ്റിവിറ്റി ആയിരിക്കണം നമ്മൾ. കാരണം നമ്മൾ ക്രിയേറ്റീവ് മെന്റാലിറ്റി ഉള്ളവരായി മാറുന്ന സമയത്ത് നമ്മുടെ ടീമിന്റെ എബിലിറ്റി എന്താണെന്ന്, അല്ലെങ്കിൽ ക്യാപ്പബിലിറ്റി എന്താണെന്ന്, അല്ലെങ്കിൽ അവരുടെ സ്കിൽ എന്താണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അല്ലേ? നമ്മുടെ ടീമിൽ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. നമ്മുടെ ടീമിൽ കോർഡിനേഷൻ പവറുള്ള ആളുകൾ ഉണ്ടാവും. നമ്മുടെ ടീമിൽ കോർഡിനേഷൻ പവറുള്ള ആളുകളെ പോലെ തന്നെ ഓർഗനൈസേഷൻ പവറുള്ള ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ പ്രസന്റേഷൻ സ്കില്ലുള്ള ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളുകൾ ഉണ്ടാവും. നല്ല മാനേജിങ് കപ്പാസിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്കില്ലുകളുള്ള ആളുകളുടെ ആ സ്കില്ലിനെ, ആ കഴിവിനെ പരിപോഷിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുക, ക്രിയേറ്റിവിറ്റി എന്ന് പറയുക. അപ്പൊ നമ്മൾ ആരായിരിക്കണം? ക്രിയേറ്റിവിറ്റി ഉള്ളവരായിരിക്കണം. ആ ക്രിയേറ്റിവിറ്റിയിൽ ക്ലാരിറ്റി ഉള്ളവര്, വ്യക്തതയുള്ളവരായിരിക്കണം. അങ്ങനെ ഒരു ടീമിനെ മൊത്തത്തിൽ നയിക്കാനുള്ള അറിവുകൾ സമ്പാദിക്കുമ്പോഴാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് ഒരു നല്ല ടീമിനെ, ഒരു നല്ല സൊസൈറ്റിയെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ സി നമുക്ക് വ്യക്തമായിട്ടുണ്ടാവും. അതായത് ദ ഫസ്റ്റ് സി ഫോർ ക്ലാരിറ്റി, വ്യക്തത. എല്ലാ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞു വന്ന നിഖില മേഖലകളിലും, അത് ലീഡർഷിപ്പ് ആണെങ്കിലും, റിലേഷൻഷിപ്പ് ആണെങ്കിലും, ക്രിയേറ്റിവിറ്റി ആണെങ്കിലും, ഇനി മറ്റ് ഏത് മേഖലകളാണെങ്കിലും, അവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ക്ലാരിറ്റി, വ്യക്തത ഉണ്ടാകുമ്പോഴാണ് ഒരു നല്ല ക്വാളിറ്റിയിലേക്കും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിലേക്കും അതിലൂടെ ഡെവലപ്മെന്റിലേക്കും നമ്മൾ കിടക്കുക. അപ്പൊ ആ രീതിയിൽ വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ തരത്തിലുള്ള ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ദ സെക്കൻഡ് സി, രണ്ടാമത്തെ സി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാകേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത. എന്ത് ചെയ്യുകയാണെങ്കിലും, എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അതിനൊരു സ്ഥിരത വേണം, കണ്ടിന്യൂറ്റി വേണം, തുടർച്ചയായി ചെയ്യാൻ സാധിക്കണം. നമ്മൾ ഇന്നൊന്ന് ചെയ്തു, നാളെ ഒന്ന് ചെയ്തു, മറ്റന്നാൾ ഒന്ന് ചെയ്തു, അല്ലേ? ഇങ്ങനെ അതിന്റെ പിറ്റേന്നൊന്ന് ചെയ്തു, അതിനൊരു തുടർച്ച എന്ന് പറയും. നേരെ മറിച്ച് ഇന്നൊന്ന് ചെയ്തു, 4 ദിവസം നിർത്തിവെച്ച് 5-ാം ദിവസം ഒന്ന് ചെയ്തു, അങ്ങനെ ചെയ്താൽ അതിനെ തുടർച്ച എന്ന് പറയാൻ പറ്റില്ല, സ്ഥിരത എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത നമുക്ക് സ്ഥിരത ഉണ്ടാവണം എന്നുള്ളത്, കൺസിസ്റ്റൻസി ഉണ്ടാവണം എന്നുള്ളതാണ്. സ്ഥിരത ഉണ്ടാവും. അപ്പൊ സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തനം അത് 2 മണിക്കൂറാണെങ്കിലും, ഇനി 5 മണിക്കൂറാണെങ്കിലും, ഇനി 12 മണിക്കൂറാണെങ്കിലും, അല്ലെങ്കിൽ ഇനി 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ ഏത് തരത്തിലുള്ള പ്രവർത്തകരാണ്, ഏത് തരത്തിലാണ് നമ്മുടെ ഇൻവോൾവ്മെന്റ് ഈ ഒരു ബിസിനസ്സിൽ ഉള്ളത് എങ്കിൽ അതിനൊരു സ്ഥിരത ഉണ്ടാവണം. അപ്പൊ ഇന്ന് ചെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് ആലോചിക്കുന്നത് ശരിയാണ്. ഇന്ന് ചെയ്താൽ അതേ പ്രവർത്തനം അതേ സമയം നാളെയും ചെയ്യാൻ കഴിയണം, അതേപോലെ മറ്റന്നാളും ചെയ്യാൻ കഴിയണം. വളരെ അത്യപൂർവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാല്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാല് മറ്റെല്ലാ ദിവസങ്ങളും നമുക്ക് പ്രവർത്തന സജ്ജരായിട്ട് നിലനിൽക്കാൻ സാധിക്കണം. എന്നാൽ വളരെ അപൂർവമായിട്ട് മാറണമോ, അല്ലെങ്കിൽ
അത്യധികമായിട്ടുള്ള രോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതല്ലാത്ത രീതിയിൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സ്വഭാവശീലം നമ്മളിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കുമ്പോൾ നല്ല ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക. നിരന്തരമായ പ്രവർത്തനം, കണ്ടിന്യൂറ്റി. ആ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ വലിയ വിജയത്തിലേക്ക് എത്താൻ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ വിജയിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഒരു വീട്ടിൽ ആ വീട്ടുകാരന്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന് അയാളോട് ഒരു ജ്യോത്സ്യൻ പറഞ്ഞു കൊടുക്കും. ആ സമയത്ത് ആ നിധി കണ്ടെത്താനുള്ള ആശ്രാന്ത പരിശ്രമത്തിലായി ആ വീടിന്റെ ഉടമ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഉടമ. അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന പറമ്പിൽ തന്നെയാണ് നിധിയുണ്ട് എന്ന് പറഞ്ഞത്. ആ സമയത്ത് ആ നിധി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലായ അയാൾ നിധി ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലം ദിവസവും കുഴിക്കാൻ തുടങ്ങി. അല്ലെ? സ്ഥിരത. എല്ലാ ദിവസവും കുഴിക്കാൻ തുടങ്ങി. 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും 4-ാം ദിവസവും ഒക്കെ അദ്ദേഹം കുഴിച്ചു. ഏതാണ്ട് ഒരു 7 ദിവസം വരെ അദ്ദേഹം കുഴിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് നിധി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥിരത എന്ന് പറയുന്ന സംഭവം അദ്ദേഹം അവിടെ നിർത്തിവെച്ചു. പിന്നെ ആവാം, ഇനി എനിക്ക് നിധി ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് അയാൾ പ്രതീക്ഷയൊക്കെ അസ്തമിപ്പിച്ച് അദ്ദേഹം തന്റെ വഴിക്ക് നിരാശനായി മടങ്ങി. അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ സ്ഥലവും പറമ്പും മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയാണ്. നിരാശാകാമുകനായി അല്ലെങ്കിൽ നിരാശ ഭാവമുള്ളവനായി അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ വീടും സ്ഥലവും മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നു, വിൽക്കുന്നു. അദ്ദേഹം വിറ്റു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് 2ാമത് വീടും സ്ഥലവും എടുക്കുന്ന വ്യക്തിക്ക് ആരോ പറഞ്ഞു കൊടുത്തു, അവിടെ നിധിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 7 ദിവസവും സ്ഥിരമായി കുഴിച്ചിട്ടും നിധി കിട്ടാത്ത വ്യക്തി നിരാശനായി ആ വീടും പറമ്പും വിൽപ്പന നടത്തി മറ്റൊരിടത്തേക്ക് താമസം മാറിയപ്പോ പുതുതായി വന്ന താമസക്കാരൻ 8ാമത്തെ ദിവസം അത് കുഴിക്കുന്ന ഒരു രംഗമുണ്ട്. ആ കുഴി കുഴിക്കുന്ന സമയത്ത് 8ാമത്തെ ദിവസം ആ നിധി കണ്ടെത്താൻ സാധിച്ചു എന്നാണ്. ചിലപ്പം അടുത്ത ദിവസമായിരിക്കും ദൈവം കണക്കാക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ തലേ ദിവസം നിർത്തിവെച്ചു. ഇങ്ങനെ സ്ഥിരതയില്ലാതെ വരുമ്പോൾ, കണ്ടിന്യൂറ്റി ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരാജയം മണത്തറിയും. അപ്പൊ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന പ്രവർത്തനം എല്ലാ ദിവസവും സ്ഥിരമായി ചെയ്യാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ 2ാമത്തെ സി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, കൺസിസ്റ്റൻസി അഥവാ സ്ഥിരത. 1ാമത്തെ സി എന്ന് പറയുന്നത് ക്ലാരിറ്റി, വ്യക്തത. 2ാമത്തെ സി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി, സ്ഥിരത, തുടർച്ചയായുള്ള പ്രവർത്തനം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമ്മളിൽ ഉണ്ടാവുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിപ്പോകുന്ന സ്വഭാവങ്ങൾ മാറ്റിവെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3ാമത്തെ സിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. 3ാമത്തെ സി എന്ന് പറയുന്നത് കോമ്പിറ്റൻസിയാണ്. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മത്സരബുദ്ധി എന്നാണ്. മത്സരബുദ്ധി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്ത് വേണം? മത്സരബുദ്ധി വേണം. ഇപ്പോ നിങ്ങളുടെ ഉമർ ഉസ്താദിന്റെ ടീമിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് വ്യക്തികൾ അല്ലെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിട്ടുണ്ട്. നമുക്ക് നമ്മളോട് തന്നെ ഒരു മത്സരബുദ്ധി വേണം. നമുക്ക് നമ്മളോട് തന്നെ ഒരു മത്സരബുദ്ധി. ഞാനിതിൽ വിജയിച്ചേ അടങ്ങൂ, ഞാനിതിൽ നേടിയേ അടങ്ങൂ, അതിനു വേണ്ടി ഏതറ്റവും ശ്രമിക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലെങ്കിൽ പരിശ്രമിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒരു മത്സര ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ മേഖലയിലും നമുക്ക് വിജയിക്കാൻ പറ്റും. ആ മത്സര ബുദ്ധി സ്വന്തത്തോട് ആദ്യം കാണിക്കണം. ഞാൻ എന്നോട് കാണിക്കണം. എനിക്കിതിൽ മത്സരിക്കണം, എനിക്ക് വിജയിക്കണം, എനിക്ക് നേടണം, എന്റെ കൂടെ വന്നവരെ രക്ഷപ്പെടുത്തണം, എല്ലാവരെയും വിജയിപ്പിക്കണം എന്നുള്ളൊരു മത്സര ബുദ്ധിയോടുകൂടെയുള്ള പ്രവർത്തനം നടത്തുന്ന സമയത്ത് ആ പ്രവർത്തനത്തിന് കൂടുതൽ ഊർജമുണ്ടാവും, ഉന്മേഷമുണ്ടാവും, ആവേശമുണ്ടാവും. ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ നമുക്ക് നമ്മുടെ ടീമിനും സാധിക്കുമെന്നതിൽ യാതൊരു തർക്കമില്ല. അപ്പൊ ആ സമയത്ത് പങ്കെടുക്കുമ്പോൾ നമ്മൾ കൃത്യമായി എന്ത് വേണം? മത്സര ബുദ്ധിയോടുകൂടെ പങ്കെടുക്കണം. ആ GTS ആളുകളെ പങ്കെടുപ്പിക്കുമ്പോൾ മത്സര ബുദ്ധിയോടുകൂടെ ആളുകളെ പങ്കെടുപ്പിക്കണം, അല്ലെ? അതേപോലെ തന്നെ പ്രോഗ്രാമുകൾ വരുമ്പോൾ, 1 ഡേ പ്രോഗ്രാം വരുന്ന സമയത്ത്, 2 ഡേ RTP വരുന്ന സമയത്ത്, അല്ലെ, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം വരുന്ന സമയത്ത്, അതുപോലെ മെഗാ പ്രോഗ്രാമുകൾ വരുന്ന സമയത്ത്, ഇവിടെയൊക്കെ നമ്മൾ മത്സര ബുദ്ധി കാണിക്കണം.
ഞാൻ എന്നോട് മത്സരബുദ്ധി കാണിക്കുക, അതോടൊപ്പം തന്നെ എന്റെ ടീമിലുള്ളവരെ അവിടെ എത്തിക്കാനുള്ള മത്സരബുദ്ധി. മറ്റുള്ളവരെ കൊണ്ടുവരുന്നതിനേക്കാൾ ഒന്ന് മുകളിൽ വെച്ച് ഞാൻ പ്രവർത്തിക്കും, ഒന്ന് മുകളിൽ ഞാൻ പ്രവർത്തിക്കും എന്ന് തീരുമാനിച്ച ഒരു മത്സര ബുദ്ധിയോടുകൂടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ വളർച്ച വളരെ വേഗതയിലായിരിക്കും, ദ്രുതഗതിയിലായിരിക്കും. ഒരു സംശയമില്ല. ആ കാര്യത്തിൽ അങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ദ ഫോർത്ത് സി, കോസ്. കോസ് കോസ് മീൻസ് കാരണം. കാരണം അല്ലേ? ഒരാൾക്ക് എന്തെങ്കിലും നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം അല്ലെ, തക്കതായ ഒരു കാരണം വേണം എന്ന് നമ്മൾ പറയാറ് അല്ലെ. ഒന്നുകിൽ കടമായിരിക്കാം, അല്ലെങ്കിൽ വീടെന്ന സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ വാഹനം എന്ന സ്വപ്നമായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ വിവാഹമായിരിക്കാം, അല്ലെങ്കിൽ ചാരിറ്റി ആയിരിക്കാം അല്ലെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി ആയിരിക്കാം. ഇങ്ങനെ ഏത് മേഖലയും അല്ലെ, ആതുര ശുശ്രൂഷ രംഗത്ത് ശക്തമായി പ്രവർത്തിക്കാനായിരിക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തമായ കാരണം, കോസ് നമുക്കുണ്ടാവണം. അതാണ് കാരണം. കോസ് എന്ന് പറഞ്ഞാൽ കാരണം. അപ്പൊ കൃത്യമായ വ്യക്തമായ ഒരു കാരണം ഉണ്ടെങ്കിൽ ഇറങ്ങി പുറപ്പെടാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ഊർജം നമുക്കുണ്ടാകും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്താ? എങ്ങനെ മീറ്റിങ്ങിന് പോകാതിരിക്കാം, എങ്ങനെ GTSകളിൽ പങ്കെടുക്കാതിരിക്കാം, എങ്ങനെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാതിരിക്കാം, എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാം. ഇങ്ങനെയുള്ള ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി ഇത് ചെയ്യാനുള്ള കാരണം കണ്ടെത്തുക. ഇതിൽ ശക്തമായി പ്രവർത്തിക്കാനുള്ള കാരണം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നവർ ഒരിക്കലും വിജയിക്കില്ല. സാധാരണ പറയാറുണ്ട് അല്ലേ, ഒഴിവ് കഴിവുകൾ പറഞ്ഞവരാരും എന്ത് ചെയ്തിട്ടില്ല, വിജയിച്ചിട്ടില്ല. ശ്രദ്ധിക്കണേ, ഒഴിവ് കഴിവുകൾ പറഞ്ഞവരാരും വിജയിച്ചിട്ടില്ല. എന്നാൽ വിജയിച്ചവരാരും ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ടുമില്ല. ശ്രദ്ധിക്കുക, ഒഴിവ് കഴിവുകൾ പറഞ്ഞവരാരും എന്ത് ചെയ്തിട്ടില്ല, വിജയിച്ചിട്ടില്ല. എന്നാൽ വിജയിച്ചവരാരും എന്ത് പറയാൻ നിന്നിട്ടില്ല, ഒഴിവ് കഴിവുകൾ അഥവാ കാരണങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശ്രമിക്കാറില്ല. അപ്പൊ കൃത്യമായ ബോധ്യം ഉണ്ടാവണം. കൃത്യമായ ഒരു കാരണം, വ്യക്തമായ ഒരു കാരണം നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൽ, ഈ ഒരു ബിസിനസ്സിൽ നമുക്കുണ്ടാകുമ്പോഴാണ് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കുക. അപ്പൊ നാലാമത്തെ സി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, കോസ്, കാരണം. നമ്മൾ ഈ ബിസിനസ് ചെയ്യാനുള്ള കാരണം ഉണ്ടാക്കുക, ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്താതിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഘടകം, വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ സി പരിചയപ്പെടാം. ദ ഫിഫ്ത് സി, കറേജ്. കറേജ് മീൻസ് ധൈര്യം അല്ലേ. നമ്മൾ നല്ല ധൈര്യമുള്ളവരായിരിക്കണം. നല്ല മനോധൈര്യമുള്ള ആളുകളാകുമ്പോഴാണ് നമുക്ക് ഏത് രംഗത്തും പിടിച്ചു കയറാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടായിത്തീരുക, നമുക്ക് ഒരു എബിലിറ്റി ഉണ്ടായിത്തീരുക, നമുക്കൊരു ക്യാപ്പബിലിറ്റി ഉണ്ടായിത്തീരുക. നല്ല ധൈര്യം സംഭരിക്കുമ്പോഴാണ് ഇല്ലേ. ആരോടും ഇത് സംസാരിക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ ആദ്യം സംഭരിക്കണം. നമ്മളിൽ പലർക്കുമുള്ള പ്രശ്നം എന്താ? ഫിയറാണ്, പേടിയാണ് അല്ലേ. ഏത് രംഗത്ത് പോകാൻ നമുക്ക് പേടിയാണ്, ആരോടും സംസാരിക്കാൻ നമുക്ക് പേടിയാണ്. അതൊക്കെ മാറ്റിവെച്ച് എന്റെ മുന്നിൽ കാണുന്നവരോടൊക്കെ ഞാൻ ഈ അവസരം സംസാരിക്കുമെന്നുള്ള ഒരു ധൈര്യം നമ്മൾ സംഭരിച്ചെടുക്കണം. ആ രീതിയിൽ പ്രവർത്തിക്കണം. ഒരു സ്റ്റേജ് കിട്ടിയാൽ, ഒരു അവസരം കിട്ടിയാൽ ആ അവസരം ഞാൻ മുതലാക്കുമെന്നുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവണം. രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു സ്റ്റേജിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അവിടെ എന്നാലാവുന്നത് കൊണ്ട് ഞാൻ അവിടെ സമർപ്പിക്കുമെന്ന് നമുക്ക് ബോധ്യമുണ്ടാവണം, ഒരു ധൈര്യം ഉണ്ടാവണം. ആ ധൈര്യത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോഴാണ് എല്ലാ മേഖലയിലും പിടിച്ചു നിൽക്കാനും വിജയിക്കാനും നമുക്ക് സാധിക്കുന്നത്. അതിനൊക്കെ ധാരാളം എക്സാമ്പിളുകൾ പറയുകയാണെങ്കിൽ, ഉദാഹരണങ്ങൾ ഒരുപാട് പറയാനുണ്ട് അല്ലേ. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ടൈം അനുവദിക്കാത്തത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, ഉദാഹരണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേടാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള, എല്ലാ മേഖലയിലും പ്രവർത്തിക്കാനുള്ള, ഏത് രംഗത്തും കയറി ചെല്ലാനുള്ള കൃത്യമായ ഒരു ധൈര്യം നമ്മൾ സംഭരിക്കുക. പേടി നമ്മൾ അകറ്റുക അല്ലേ. ഞാനിത് പറഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന പേടി അല്ലേ. ഞാനിത് ചെയ്താൽ പരാജയപ്പെട്ടു പോകുമോ എന്ന പേടി, ഞാനിത് ചെയ്താൽ തകർന്നടിയുമോ എന്ന പേടി. ഇങ്ങനെ ഒരുപാട് പേടികൾ, ഫിയറാണ് നമ്മളെ എന്ത് ചെയ്ത് അലട്ടിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളെ ആശങ്കയുള്ളവരാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റിവെച്ച്, ആ ഫിയറൊക്കെ, പേടിയൊക്കെ മാറ്റിവെച്ച് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് എന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് എന്റെ ലീഡേഴ്സിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്കൊരു ഭയവുമില്ലാതെ ഭയലേശ്യമന്യേ എനിക്ക് എന്താകാം, പ്രവർത്തിക്കാം, എനിക്ക് രക്ഷപ്പെടാം എന്നുള്ള ബോധ്യം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ഇതിൽ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതൊരു വേറിട്ട ബിസിനസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ബിസിനസ്സിൽ ഏറ്റവും സിമ്പിൾ ആയ കാര്യം എന്താ? നമ്മൾ ലീഡേഴ്സിനെ അനുകരിച്ചാൽ മതി, അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. അവരെന്താണോ കാണിച്ചു തരുന്നത് ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മതി. അതിനൊരു കൃത്യതയും വ്യക്തതയും ഉണ്ടായാൽ മതി. ആ രീതിയിലുള്ള കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. ആ രീതിയിലുള്ള ഒരു ട്രസ്റ്റ്, ഒരു ബിലീവ്, വിശ്വാസം ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യസമേതം മുന്നേറാനും നമുക്ക് ജീവിതത്തിൽ ഏത് മേഖലയും എത്തിപ്പിടിക്കാനും എത്ര ഉയരങ്ങളിലേക്കും സഞ്ചരിക്കാനും നമുക്ക് സാധിക്കുമെന്നതിൽ യാതൊരു തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ ഈ 5 C നിങ്ങളുടെ ഓർമ്മയിൽ എന്നും ഉണ്ടാവണം. ഒന്നാമത്തെ C, ദ ഫസ്റ്റ് C, ക്ലാരിറ്റി, വ്യക്തത എന്ന് പറയുന്നത് നമുക്കുണ്ടാവണം. രണ്ടാമത്തെ C എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി, സ്ഥിരത. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സ്ഥിരതയുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. മൂന്നാമത്തെ C, കോമ്പിറ്റേഷൻ, കോമ്പിറ്റൻസി. എല്ലാ മേഖലയിലും മത്സര ബുദ്ധിയോടുകൂടെ പ്രവർത്തിക്കാനുള്ള ഒരു തന്റേടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ C, കോസ്, കാരണം. പ്രവർത്തിക്കാനുള്ള കാരണം ഉണ്ടാക്കണം, പ്രവർത്തിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുകയല്ല. പ്രവർത്തിക്കാൻ, എനിക്ക് വിജയിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തണം, ആ രീതിയിൽ പ്രവർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ C, കറേജ്, ധൈര്യം ഉണ്ടാക്കണം. ആ ധൈര്യം ഉണ്ടാവണമെങ്കിൽ പേടിയെ അകറ്റണം. എല്ലാ തരത്തിലുള്ള പേടിയും മാറ്റിവെച്ച് ഈ രംഗത്ത് നമ്മൾ ഒരാളെയും ചൂഷണം ചെയ്യുന്നില്ല, ഒരാളെയും പറ്റിക്കുന്നില്ല, ഒരാളോടും കളവ് പറയുന്നില്ല, ഒരാളെയും ചൂഷണം ചെയ്യുന്നില്ല. ആ രീതിയിൽ ധൈര്യസമേതം ഇറങ്ങി പ്രവർത്തിക്കാനും പുറപ്പെടാനും അതിലൂടെ വിജയം നേടാനും നമുക്ക് സാധിക്കണം. അങ്ങനെ വലിയ വിജയം നേടുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഉണർത്തിക്കൊണ്ട് എല്ലാവർക്കും വിജയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജയ് മൈ.